ഇന്നൊരു ട്രാവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എത്രയോ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. ഓരോ കാരണം കൊണ്ട് ഇങ്ങനെ നീട്ടി വെച്ചു. ഇനി ഫൈനലി ഓൾ ഇന്ത്യ ട്രിപ്പ്. എവിടെ വരെ പോകാൻ പറ്റും, എത്രത്തോളം എത്താൻ പറ്റും, എത്ര ദിവസം എടുക്കും ഒന്നും അറിയില്ല. അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു. എവിടെ വരെ പോകാൻ പറ്റും അവിടെ വരെ പോകും. കയ്യിലുള്ള പൈസ തീരുമ്പോൾ തിരിച്ചു തരും. ഇതാണ് ഇപ്പോഴത്തെ മെന്റാലിറ്റി. അപ്പൊ നമ്മളെ ട്രിപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. ഇത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബും ഞങ്ങളുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പാണ്. അപ്പോ പുതിയൊരു ട്രാവൽ സീരീസുമായിട്ട് വരുന്ന സഹയാത്രിക. യാത്ര നമ്മൾ ഒറ്റക്കല്ല, കൂടെ 2 ഫ്രണ്ട്സ് കൂടെയുണ്ട്. അവരാരൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയിൽ തന്നെ പറയാം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലല്ലേ, പറശ്ശിനിക്കടവ്. ഇനി നമ്മൾ ഇവിടുന്ന് കണ്ണൂരിലേക്ക് പോകുന്നു. കണ്ണൂർ ടു കന്യാകുമാരി. സ്റ്റേ ട്യൂൺഡ്. ഈ ബാഗും എടുത്തിട്ടാണ് ഞാൻ പോകേണ്ടത്. ഗൈസ്, അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഹെവി ലഗേജാണ്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കയ്യിലെടുത്തു. ഇതിനിപ്പം പുറത്തുനിന്ന് രാത്രി മാത്രം ഭക്ഷണം കഴിക്കാന്നില്ല ഇതിലല്ലേ. അപ്പോൾ ഇനി എപ്പം വരുന്ന അറിയില്ല ഇങ്ങോട്ടേക്ക്. ബൈ. ഹലോ ഗൈസ്, അങ്ങനെ ടൗണിലെത്തി. 9:30 ടൈമുണ്ട്. എന്തായാലും കഥയിൽ ആദ്യത്തെ ടിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, കൂടെ വേണ്ട ഒരുത്തന് ട്രെയിൻ മിസ്സാവും. അതുകൊണ്ട് അവൻ നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് കയറാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി. ഒരു ജീവന്മാരുടെ പോരാട്ടമായിരുന്നു. ഞങ്ങളുടെ ബാഗൊക്കെ മോട്ട് കയറ്റി വെക്കാൻ വേണ്ടിയാണ്. നല്ല വെയിറ്റ് ഉണ്ട്. വിചാരിക്കുന്ന പോലെ അല്ല. ഇതുവരെത്തിട്ട് എങ്ങനെ ഇത്രയും ദൂരം നടക്കുന്നില്ല കാര്യം ഇപ്പോൾ ആലോചിക്കുന്നത്. ഫ്രണ്ട്സൊക്കെ എത്തി, ഒരാൾ ഓരോ സൈഡിലാണ്. എല്ലാവരെയും ഇവിടെ ഫ്രീ ആകും. നല്ല തിരക്കായിപ്പോൾ. ആളെല്ലാം ഒതുങ്ങി. അല്ലെങ്കിൽ ട്രിവാൻഡ്രം എത്തിയിട്ട് എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കണ്ണൂർ ടു ട്രിവാൻഡ്രം സെൻട്രൽ ട്രെയിനും, അതിനുശേഷം ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് തമ്പാനൂർ ടു കന്യാകുമാരി ഞങ്ങളൊരു ബസ്സുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബസ് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. ട്രിവാൻഡ്രം എത്തുന്ന കണക്കായിട്ട് അവിടെ KSRTC ഉണ്ടെങ്കിൽ അതിന് പോകാം, അല്ലെങ്കിൽ ഏതാ ബസ്സുണ്ടെന്ന് ചോദിച്ചാൽ അതിന് പോകാം. അതാണ് ഇപ്പോഴത്തെ പ്ലാനിലല്ലേ. ശരി, അപ്പോൾ ഇന്ന് ഫുഡ് വീട്ടിൽ നിന്ന് കൊടുത്തു വന്നിട്ടുണ്ടായിരുന്നു. ചിലവെടുക്കേണ്ട കാര്യം തന്നെ ഓൾമോസ്റ്റ്. അപ്പോൾ എന്താ തന്നെ നോക്കാം. നല്ല ഗീ റൈസും ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിക്കാം. കാരണം ഇനി 2 ദിവസത്തേക്ക് ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുതിനൊന്നും ഉറങ്ങി. ട്രെയിൻ ലേറ്റാണ്, അധികമൊന്നുമല്ല. അപ്പോൾ പ്ലാനിൽ ചെറിയൊരു മാറ്റം. ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് ഞങ്ങൾ ബസ്സിന് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ അത് മാറ്റി ട്രെയിനിന് പോകാമെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി അഫോർഡബിൾ അതാണ്. ഗായ്സ്, അങ്ങനെ ഫൈനലി തിരുവനന്തപുരം സെൻട്രലിലെത്തി. മടുത്ത യാത്രയായിരുന്നു. കാരണം ചൂടും ഒന്നും പറയാനില്ല, അത്രയ്ക്ക് മടുപ്പായിരുന്നു. ചടച്ച് ശരിക്ക്. ഇപ്പോൾ ഇനിയിപ്പോൾ നൈറ്റ് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടില്ലേ. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ്. എന്തെങ്കിലും ചീപ്പ് റേറ്റ് എന്തെങ്കിലും ഫുഡ് കഴിച്ചതിന് ശേഷം തിരിച്ചു വരാം. ഫുള്ള് വണ്ടി. അപ്പോൾ ഇനിയിപ്പം ട്രെയിന് 2:30 പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ഫ്രഷപ്പ് എല്ലാം ആവണം. ഇവിടെ ലോഞ്ചിൽ നിന്ന് ഫ്രഷപ്പ് ആവണം. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുമ്പം കാണാം. ഗൈസ്, അങ്ങനെ ഫൈനലി ഒരു സ്ഥലത്തെത്തി. വിശന്ന് കളിക്കുന്ന വേണമെങ്കിൽ പറയാം. കാരണം അത്ര ഉച്ചക്ക് ഫുഡ് കഴിച്ചാണ്. നല്ല ഡീഹൈഡ്രേഷൻ അടിച്ചു. പുകയുമായിരുന്നു. റോജൻ, ഫ്രാൻസിസ് റോജൻ സെബാസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ ഇവിടെ നേഴ്സിംഗ് പഠിച്ചതാണ്. ജനറൽ നേഴ്സിംഗും അതിനുശേഷം ഹോസ്റ്റൽ നേഴ്സിംഗ്. ഇത് ആദർശ്.
ഇവനും നഴ്സിംഗ് പഠിച്ചാണ്. വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ റോജർ ഇരട്ടിയാണ്, ആദർശ് കോഴിക്കോടും. ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തതുമെല്ലാം. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഈ ട്രിപ്പ് പോകണം. താങ്ക് യു. ഫൈനലി നടന്നു. ഇപ്പം ഫുള്ള് ബഡ്ജറ്റ് സെറ്റ് ആയിട്ടൊന്നും പോകുന്നൊന്നുമില്ല, പക്ഷേ ഇനിയും നീട്ടി വെച്ചാൽ നീണ്ടു പോകുന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അവസാനം തീരുമാനിച്ചു എവിടെ വരെ പോകാൻ പറ്റുമോ അവിടെ വരെ പോകാമെന്നുള്ളൊരു ഉറപ്പിൽ മാത്രം നമ്മൾ ഇറങ്ങി തിരിച്ചാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ എക്സാം ലാസ്റ്റ് മന്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ജോലിക്ക് കയറുന്നതിന് മുന്നേ ഈ യാത്ര ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വിശക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് ബാക്കിയാവും. കാത്തിരിക്കൊന്നും വേണ്ട, കഴിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡിന്നർ. ഞാൻ റോജന് 2 പൊറോട്ടയും ഇവൻ്റെ ചപ്പാത്തിയും. ഡയറ്റ് ഒരു വെജ് കുർമ. തുടക്കമായോണ്ടായിരിക്കും 2-3 ദിവസം കഴിഞ്ഞാൽ ഈ ചിലവ് തിരിക്കാനുള്ള ഏത് രീതിയിലാവുന്നൊന്നും പറയാൻ പറ്റില്ല. തുടക്കം വലിയ ഷോ അടിച്ചിട്ട് നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഫുഡ് അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് വിശന്നുകൊണ്ടാണെന്ന് അറിയില്ല, ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് KSRTC വന്നിട്ടില്ലേ, ഇനി അഥവാ ബസ് ഉണ്ടെങ്കിലോ കന്യാകുമാരിയിലേക്ക് റേറ്റ് കുറവാണെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോക്കട്ടെ. അവന്മാരങ്ങ് നടന്നു. ഗൈസ് അങ്ങനെ പ്ലാൻ പിന്നെയും ചേഞ്ച് ചെയ്തു. വീണ്ടും ഞങ്ങൾ KSRTCക്ക് പോകാമെന്നൊരു ഇതിലേ. ഇപ്പോൾ സമയത്തിലാണ് സമയത്തൊക്കെ ഇപ്പം 10:37 12:30 ബസ് പറഞ്ഞത്. കറക്റ്റ് ടൈം എത്തുമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഇത് ഏരിയ സെറ്റപ്പ് ആട്ടോ. ഇതാ KSRTCയുടെ ഉള്ളിൽ ഫുൾ AC ലോഞ്ച് ചെയ്തു. ഇത് നിങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയും, പക്ഷെ കണ്ണൂരിലെ ഞങ്ങൾക്ക് ഇതെല്ലാം പുതിയ അനുഭവമാണ്. ഇവിടെ കണ്ണൂരിലെ താത്തിയൊന്നും പറയണ്ട. കണ്ണൂരുണ്ടോ? ഇത് പോയിട്ടൊരു നോർമൽ ലോഞ്ചെങ്കിലും ഉണ്ടോ കണ്ണൂര്? ഇല്ലല്ലോ. ഇതൊക്കെ പ്രശ്നമാവേ. എന്ത്? ഇതൊക്കെ വലിയ പ്രശ്നമാവും. പിന്നെ നല്ല ഇത് 3 ഞങ്ങളുടെ ബാഗാണ്. ഒരു സീറ്റ് ബാഗിനായി മാത്രമായിട്ട് കൊടുത്തു. നല്ല സെറ്റപ്പാണ്. അവിടെ ചാർജ് ചെയ്യേണ്ട ഏരിയാസ് ഉണ്ട്. മൊത്തം ഞങ്ങൾ തന്നെയാണ്. അതായത് ആദ്യത്തെ മണിക്കൂറിന് 20 രൂപ, പിന്നെ കൂട്ടി എടുക്കുന്ന ഓരോ മണിക്കൂറിനും 10 രൂപ വീതം. ഞങ്ങളിപ്പോൾ 2 മണിക്കൂറിനാണ് കൊടുത്തത്. 2 മണിക്കൂറിന് ഒരാൾക്ക് 30 റുപ്പീസ് വെച്ചിട്ട് 90 റുപ്പീസ്. ലാഭമാണോ എന്ന് ചോദിച്ചാൽ ലാഭമാണ്. കാരണം റെയിൽവേ സ്റ്റേഷൻ ലോഞ്ചിൽ 30 റുപ്പീസ് പെർ അവറാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. പിന്നെ നോക്കാം ബസ്സിൻ്റെ അവസ്ഥ എന്താണ്. അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ പോകാമെന്ന് വിചാരിക്കണം. സ്പേസ് അപ്പോൾ ഒന്ന് ഫ്രഷായി ഇനി ഒരു 1.5 മണിക്കൂറുണ്ട്, ഒന്ന് കിടക്കട്ടെ. അപ്പോൾ ഇനി എഴുന്നേൽക്കുമ്പോൾ കാണാം. ഗൈസ് അങ്ങനെ കുറച്ച് സമയം ഉറങ്ങി. ഇപ്പം ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നാണ് മൈൻഡിലില്ല. ഒരു ഉറക്കം ശരിയാവാൻ എന്തോ പോലെ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ ഒന്ന് മയങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പം ബസ് വന്ന് നോക്കണം കന്യാകുമാരിയിലേക്ക്. ബസ്സിന് പോകാൻ പറ്റുവാണെങ്കിൽ മാക്സിമം പോകുന്നു. എന്തുണ്ടടാ അവസ്ഥ? എന്തുണ്ട്? വളരെ മികച്ച അവസ്ഥ. ഉറക്കം കിട്ടിയിരുന്ന കുറച്ച് നന്നായി. ഉറങ്ങണ്ടേ? ബസ്സിൽ കയറിയിട്ടൊന്ന് ശ്രമിച്ചോളാം. പായ വരച്ച് വെക്കടാ നമുക്ക്. അല്ല നമ്മളിവിടെ ഒരുത്തനും കൂടി ഉണ്ടായില്ല, അവനിവിടെ. എൻ്റെ എല്ലാവരും ആഗ്രഹം ഒരു 10-11 മണി വരെ കിടന്നുറങ്ങാൻ പറ്റണം എന്നാണ്. അവിടെ ബസ് നിർത്തിയിട്ട് കാണുന്നുണ്ട്, നോക്കാം എന്താ അവസ്ഥ. രാജ എന്താ അവസ്ഥ? നീ വീഴുവോ? ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ കന്യാകുമാരി എത്താൻ പോകുന്നത്രേ. നാഗർകോവിലെത്തി. ബസ് നല്ലൊരു ഉറക്കം കുറഞ്ഞ്. ഇനി ഇവിടുന്ന് 1 hour ഉണ്ടെന്നാണ് പറഞ്ഞ കന്യാകുമാരിയിലേക്ക്. ബസ് ഒരു 1 hour എടുക്കും ഇനി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും കുറച്ചും കൂടി എനർജറ്റിക്കായി ഫ്രഷായി കന്യാകുമാരി എത്തിയിട്ട് ഇനി ബാക്കി പറയാം. തമ്പാനൂരിൽ നേരെ നാഗർകോവിലേക്ക് 76 രൂപയാണ് ബസ്സിന്. അവിടെ ഒരു 2:30 എത്തുന്നതാണ് പറയുന്നത്. ഗൈസ് അപ്പോൾ ഇനി ഇത് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമ്മളിപ്പം ബസ് കയറി ഇതിനി നാഗർകോവിൽ വരെയാണ്. അപ്പം നാഗർകോവിൽ ടു കന്യാകുമാരി നെക്സ്റ്റ് ഡേയിലത്തെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല.
നാളെ മുതൽ എന്തായാലും ഓരോ സ്ഥലങ്ങളായിട്ട് ഇന്നിപ്പം നമ്മൾ അത്രയും ദൂരത്ത് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് കന്യാകുമാരിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. പ്ലാനുകളിൽ ചെറിയ മാറ്റം വന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ഫ്രം സഹയാത്രിക.